KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് റൈറ്റ് എഡ്ജ് ചേർത്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. കർസർ ഈ ഇമേജ് ലെയറിന്റെ എൻഡിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം അകത്തേക്ക് വെക്കുക. ആനിമേഷന്റെ ബിഗിനിങ് പോയിന്റ് മാർക്ക് ചെയ്യുന്നതിനായി ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ലെഫ്റ്റ് എഡ്ജിലേക്ക് പതിയെ മൂവ് ചെയ്യിച്ച് നിർത്തുക. ടൈം ലൈനിന് മുന്നിലെത്താം. ഓപ്ഷൻ ബാറിൽ നിന്നും ആൽഫ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് വേണ്ട വിധം കുറച്ചു വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ട്രാൻസ്പെറന്റ് മാസ്ക് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള എല്ലാവിധ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ ഇമേജ് ലെയർ ഓപ്പൺ ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം അനുയോജ്യമായ പൊസിഷനിൽ കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെ ഡ്യൂറേഷനും ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. എഡിറ്റിംഗിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങളുടെ KineMaster എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ രണ്ട് കീകളിലെയും പെർസെൻറ്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ പൂർണ്ണമായും ഇല്ലാതെയാക്കേണ്ടതാണ്. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിലായി വെച്ചിരിക്കുന്ന ഇമേജ് ഒരു തവണ കൂടി ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ എഡിറ്റിംഗിൽ ഉപയോഗിച്ചിട്ടുള്ള എഫക്റ്റിന് വേണ്ടി ഈ അസസ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കേഴ്സിൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡെക്കറേറ്റീവ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഫെയറി ടെയിൽ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ KineMasterലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസസ്റ്റോർ ക്ലോസ് ചെയ്യാം. മെനു ബോക്സിൽ നിന്നും സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഫെയറി ടെയിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള 10ഓളം ആനിമേറ്റഡ് ബട്ടർഫ്ലൈ എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവയിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഏതൊരു എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഈ ആനിമേറ്റഡ് ബട്ടർഫ്ലൈ എഫക്റ്റ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം.
ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും എൻഡിങ് ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.